4 കാര്യങ്ങൾ ജീവിതത്തിൽ കിട്ടിയാൽ സൗഭാഗ്യമാണ്. ഒന്ന് അൽ മറഅത്തു സ്വാലിഹ, നല്ല ഒരു സ്വാലിഹത്തായ ഭാര്യയെ കിട്ടുക എന്നതാണ്. എല്ലാണ്ട് ഒരു നല്ല ഭാര്യയെ കിട്ടിയില്ലെങ്കിൽ അയാൾക്കൊരു സ്വസ്ഥമായ ജീവിതം കിട്ടൂല. 2 അൽ ജാറുൽ സ്വാലിഹ, നല്ല സ്വാലിഹായ നല്ല ഒരു അയൽവാസിനെ കിട്ടുക. 3 അൽ മസ്കനുൽ വാസിഅ, വിശാലമായ ഒരു വീട് ലഭിക്കുക. 4 അൽ മർകബുൽ ഹനീ, സ്വസ്ഥമായ സൗകര്യമുള്ള ഒരു വാഹനം ലഭിക്കുക എന്നത് ഭാഗ്യമാണ്. എന്നും വർക്ക്ഷോപ്പിൽ, എപ്പോഴും പണിപ്പുരയില്, ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത വാഹനമാണെങ്കിൽ അത്ര വലിയ ഭാഗ്യമല്ല. അപ്പൊ നമുക്ക് സ്വസ്ഥമായി ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു വാഹനമുണ്ടെങ്കിൽ അത് ഭാഗ്യമാണ്. പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഉപയോഗിക്കുന്ന നിത്യമോടിക്കുന്ന നമ്മുടെ വാഹനമായിരിക്കുമോ നമ്മുടെ മരണത്തിന്റെ കാരണം എന്ന് പറയാൻ കഴിയൂല. നമ്മളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നാളേക്ക് വേണ്ടി ഏത് സമയത്ത് മരിച്ചാലും, ഞാൻ എങ്ങനെ മരിച്ചാലും എന്റെ അവസ്ഥയാണ് ഞാൻ പഠിക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. നാളേക്ക് വേണ്ടി ഇന്ന് മരിച്ചാൽ നാളെ ഖബർ മുതൽ ഞാൻ എൻ്റെ ഖബറിൽ എൻ്റെ കൂടെ എന്താണ് ഉണ്ടാവുക എന്ന് ചിന്തിക്കാൻ, ആലോചിക്കാൻ മനുഷ്യൻ സന്നദ്ധനാവണം. എങ്ങനെയും മരിക്കാം, രോഗമാകാം, അപകടമാവാം, എന്തുമാകാം. പക്ഷേ ഏത് അവസ്ഥയിൽ മരിക്കുന്നു? ശിർക്കിലായിക്കൊണ്ടാണോ? അല്ലാഹനെ ധിക്കരിച്ചുകൊണ്ടാണോ? ഹറാമിലാണോ? കടം കൊണ്ടാണോ? ദുരിതത്തിലായാണോ? എങ്ങനെയായിരിക്കും മരിക്കാന്ന് ആലോചിക്കണം. രാവിലെ എണീക്കുമ്പോൾ പോലും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. പടച്ചോനെ, എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ചവനെ, നിനക്ക് സ്തുതി. രാവിലെ ഓർക്കണം, നമ്മൾ ഇന്നും രാവിലെ എണീറ്റപ്പത് പറഞ്ഞവരാണെങ്കിൽ ഈ ചിന്ത ഉണ്ടാവണം, എന്നെ ഒരു മരണത്തിൽ നിന്ന് രണ്ടാമത് എഴുന്നേൽപ്പിച്ചതാണെന്ന ബോധം ഉണ്ടാവണം. വാഹനത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യൻ അത് തന്ന അനുഗ്രഹമാണ്, പടച്ചോൻ തന്ന അനുഗ്രഹമാണ്. അത് പറയണം, അൽഹംദുലില്ലാ എന്ന് ആവർത്തിച്ച് പറയണം. വാഹനത്തിന് എന്തൊക്കെ പോരായ്മയുണ്ടെങ്കിലും അതില്ലാതെ പോകുന്ന എത്ര പേരുണ്ട്, ആഗ്രഹിച്ച് നടക്കുന്ന എത്ര ആളുകളുണ്ട്. ബിസ്മില്ലാ, വാഹനത്തിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല ചൊല്ലണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയണം. ഇത് വലിയ യാത്ര ഒന്നും ആവേണ്ട ആവശ്യമില്ല, എപ്പോഴും ചൊല്ലേണ്ടതാ. എന്നിട്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീന വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. സാധാരണ പ്രാർത്ഥനക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രാർത്ഥന ഇതേ വാക്ക് ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു. മറ്റേ പ്രാർത്ഥനയ്ക്ക് ഹദീസിലാണ് വന്നിട്ടുള്ളത്, ഇത് ഖുർആനിലാണ് ഈ പ്രാർത്ഥന വന്നിട്ടുള്ളത്. എനിക്ക് റബ്ബ് കീഴ്പ്പെടുത്തി തന്നതാണ് ഈ വാഹനം. എത്ര എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറായാലും, എത്ര വലിയ മിടുക്കനായാലും ഈ ബോധം വേണം, എന്റെ റബ്ബ് എനിക്ക് കീഴ്പ്പെടുത്തി തന്നതാണ് ഇത്. അവസാനം പറയാണ്, വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് ഞങ്ങൾ. ഈ ബോധത്തോടെയാണ് ഇത് ചൊല്ലുമ്പോൾ വെറുതെ ചൊല്ലിയ വാക്കല്ല എന്നും അതിൻ്റെ ആഴവും ആശയവും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഓരോ യാത്രകളെ കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണെന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാ. എന്നും ജോലി, എന്നും കച്ചവടം, എന്നും ബിസിനസ്, അങ്ങനെ ആവണ്ട. ഇടക്കൊന്ന് യാത്ര പോകാം, യാതൊരു കുറ്റവുമില്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, യാത്രക്കാരൻ അവന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം കെട്ടി നിൽക്കുന്ന വെള്ളത്തിനെ തുറന്നിടുന്ന പോലെയാണ്. ഇത് കെട്ടി നിൽക്കുന്ന വെള്ളമാണ്, ഒരു യാത്രയും കാര്യങ്ങളും ഇല്ലാതെ പോണ ആൾക്ക്. യാത്രയൊന്ന് പോയി ഒന്ന് റിലാക്സായി മനസ്സൊക്കെ ഒന്ന് കുളിർമയായി തിരിച്ചു വരുന്നതിൽ അവൻ ഒഴുകുന്ന വെള്ളം പോലെയായി മാറുകയാണ്. മാത്രല്ല, ഒരു വിശ്വാസിക്ക് യാത്ര കൊണ്ടുണ്ടാകുന്ന നേട്ടം യുസീലുൽ ഹമ്മ വൽ ഹസൻ. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറയാണ്, കുറെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അതുകൊണ്ട് നീങ്ങിക്കിട്ടും. ഇതൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. വഹുസൂല റിസ്ഖി, റിസ്ക് തേടി പോവുകയാണെങ്കിൽ ആ യാത്രയിൽ നിന്ന് റിസ്ക് നേടും, ജീവിതമാർഗം കിട്ടും. വയഹ്സുലുൽ ഇൽമ, ധാരാളം അറിവ് ശേഖരിക്കാൻ പറ്റും. സഹാബത്തൊക്കെ ഒരു ഹദീസ് കിട്ടാൻ 2 ഹദീസ് കിട്ടാനൊക്കെ യാത്ര പോയ ചരിത്രമുണ്ട്. വഹുസ്നുൽ ഖുലുഖി, നല്ല സ്വഭാവ ഗുണങ്ങൾ യാത്രയിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. വഹുസ്നുസ് സഹബത്തി, നല്ല നല്ല മനുഷ്യരുടെ കൂടെ ചേർന്ന് നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. മോശമായാൽ യാത്രയിലൂടെ, മോശം കൂട്ടുകെട്ടിലൂടെ മോശക്കാരനായി വെള്ളമടിക്കാൻ, മദ്യപിക്കാൻ, സിഗരറ്റ് വലിക്കാൻ, ലഹരി ഉപയോഗിക്കാൻ യാത്ര കൊണ്ട് പറ്റും. അതുകൊണ്ട് പറഞ്ഞ നല്ലവരൊപ്പം പോകണം. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥനക്ക് പ്രത്യേക ഉത്തരമുണ്ട്. ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസു ദഅവാതി മുസ്തജാബ, മൂന്നാളുകളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. ലാ ശക്ക ഫീഹിന്ന, സംശയിക്കണ്ട കേട്ടോ, സംശയം തോന്നണ്ട. ദഅവത്തുൽ മദ്ലൂം, പീഡിപ്പിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, മർദ്ദിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. വദഅവത്തുൽ വാലിദി അലാ വലദിഹി, വാപ്പ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന തള്ളാത്ത പ്രാർത്ഥനയാണ്. ഇത് ശീലിക്കണം. യാത്രയിൽ നമുക്ക് ചാൻസാണ് പടച്ചോൻ തന്നിരിക്കുന്നത്. പക്ഷേ ഓരോ ദിവസവും ഓരോ പ്ലാനിലും യാത്രകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിന്റെ മുമ്പ് ഇസ്തിഖാറത്ത് ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. ഞാനിത് പോകണോ? ഞാൻ അവരുടെ കൂടെ പോകണോ? ഞാനിത് ഇന്ന് പോകണോ? അതിനുവേണ്ടി അത് തീരുമാനിക്കാനാണ് 2 റക്അത്ത് ഇസ്തിഖാറത്ത് നമസ്കരിച്ചിട്ടാണ് അങ്ങനെയുള്ള ചില ദീർഘമായ യാത്രകളെ കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഇസ്തിഖാറത്ത് നമസ്കാരം മുഷാവറ ചെയ്യണം. ചിലപ്പോ നമ്മളൊരു കാര്യം നമുക്ക് യാത്ര ചെയ്യണമെന്ന് തോന്നിയെങ്കിലും അനുഭവവും ആ സ്ഥലത്തെക്കുറിച്ചോ അത്തരം യാത്രകളെ കുറിച്ചോ ബോധ്യമുള്ള അറിവുള്ള മുതിർന്ന ഒരാളോട് മുഷാവറ നടത്തിയിട്ട് വേണം ആലോചിക്കാൻ. 3 ഉലമാക്കന്മാർ പറഞ്ഞു, ഒരു കാരണവശാലും ഒറ്റയ്ക്ക് യാത്ര പോകാതിരിക്കാനാണ് പരമാവധി ശ്രദ്ധിക്കേണ്ടത്. എന്ന് സ്ഥിരമായി പോകുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള ആ പ്രദേശവും ആ വാഹനവും ആ സൗകര്യങ്ങളും ഒക്കെ അറിയാവുന്ന ഒരാൾക്ക് അങ്ങനെ പോകുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ സുപരിചിതമല്ലാത്ത ഒരു പുതിയ ഏരിയയിലേക്ക് ഒറ്റയ്ക്ക് പോകുന്ന യാത്രകൾ അപകടകരമാണ്. നമ്മുടെ നാട്ടിലൊക്കെ വ്ളോഗർമാർ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിന്റെ അപകടങ്ങൾ നബി തങ്ങൾ പഠിപ്പിച്ച വാക്ക്, ലൗ യഅലമുന്നാസു മാ ഫിൽ വഹ്ദ, ഒറ്റയ്ക്ക് യാത്ര പോകുന്ന കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, മാ അഅലമു, അതിന്റെ കാര്യം ഞാൻ അറിഞ്ഞിരുന്നത്, മാ സാറ റാകിബുൻ ബിലൈലിൻ വഹ്ദ, ഒരു രാത്രി പോലും ഒറ്റയ്ക്ക് ഒരാളും സഞ്ചരിക്കൂല. ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിന്റെ അപകടം അറിഞ്ഞിരുന്നുവെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ മക്കള് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന സോളോ ട്രിപ്പുകളെ കുറിച്ച് നന്നായിട്ട് ബോധ്യമുണ്ടായിക്കോട്ടെ. ചുരുങ്ങിയത് 3 പേരുണ്ടാകുന്നതാണ് അഫ്ദൽ. 3 ആള് പോകുമ്പോൾ ഒരാൾ അമീറായി മാറണം. കാറിൽ അങ്ങനെ പോകുക, എണ്ണ അങ്ങനെ അടിക്കുക, ഓരോരുത്തർ തോന്നോടത്ത് നിർത്താൻ പറയാ, മറ്റവൻ അപ്പുറത്ത് നിർത്താൻ പറയാ. അങ്ങനെ ഒരു ലെവലില്ലാത്ത യാത്ര മുസ്ലിം കുടുംബത്തിന് ഉണ്ടാകാൻ പറ്റില്ല. ഒരാൾ അതിൽ അമീറായിരിക്കും. അയാൾ പറയും എവിടെ നിർത്തും, എങ്ങനെ ചെയ്യണം, അദ്ദേഹത്തെ അനുസരിക്കാൻ കഴിയണം. ഫല്യുഅമ്മിറു അഹദുഹും, 3 പേരുണ്ടായാൽ ഒരാളെ അമീറാക്കണം, ആ അമീറിനെ അനുസരിക്കാൻ കഴിയണം. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ധാരാളക്കണക്കിന് ഹദീസിന്റെ മേഖലയിൽ കാണുന്ന പ്രാർത്ഥനകൾ നമുക്ക് അവിടെ വിശദീകരിച്ചത് കാണാം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതൊക്കെ പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ തിരിച്ചു വയ്ക്കും, ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് സംഭവിക്കുന്നുണ്ടല്ലോ, അതിനാണ് അള്ളാഹിന്റെ വിധി എന്ന് പറയുന്നത്. അത് അള്ളാന്റെ വിധി. ഇത് നമ്മളോട് സബബാണ്. ഇതൊക്കെ ചെയ്ത് തീർക്കലാണ് നമ്മുടെ പണി. വിധിയിൽ ക്ഷമിക്കാനുള്ള കഴിവും നമുക്ക് വേണം. എന്തു സംഭവിക്കാം. ഇത് അല്ലാഹു തആല പഠിപ്പിച്ചതായി. ഈ തവക്കുൽ ഇങ്ങനെയാവണം. വഹീന്റെ അടിസ്ഥാനത്തിൽ ഇത് പ്രാർത്ഥിച്ച് ഇറങ്ങാൻ കഴിയണം. ദീർഘമായ ഒരു യാത്രയാണെങ്കിൽ, സാധാരണ നമ്മൾ ജോലി സ്ഥലത്തേക്കും ഓഫീസിലേക്കും പോണതിന്റെ അപ്പുറത്തേക്ക് ഒരൽപ്പം നീണ്ടുപോകുന്ന ജമ്മും കസറുമാക്കാൻ പറ്റാവുന്ന ഒരു യാത്രയാണെങ്കിൽ നബി തങ്ങൾ ഇതുകൂടെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. اللهم إنا نسألك في سفرنا هذا البر والتقوى, അല്ലാഹുവേ ഈ യാത്രയിൽ എനിക്ക് പുണ്യവും തഖ്വയും ഉണ്ടാക്കി തരണേ. വമിനൽ അമലി മാ തർദാ, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരം തരണേ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, പടച്ചോനെ ഈ യാത്ര എനിക്ക് എൻ്റെ പ്രയാസങ്ങളൊക്കെ നീ എളുപ്പമാക്കി തരണേ. എന്താ ഇത്ര പ്രാർത്ഥിക്കാനുള്ള, ഞാൻ ഭയങ്കര കഴിവുള്ള അങ്ങനെ തോന്നരുത്. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ ബുഅദാ, റബ്ബേ ദൂരം ഞങ്ങൾക്ക് കുറച്ചാക്കി തരണേ. ഇതൊക്കെ പ്രാർത്ഥനയിൽ വന്നതാ. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ, പടച്ചോനെ യാത്രയിൽ എൻ്റെ സ്വദീഖന്റെ കൂട്ടുകാരൻ നീയാണ്. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ഞാൻ വീട് വിട്ടു പോകാണ്, എൻ്റെ കുടുംബത്തിന്റെ ഖലീഫ നീയാണ്, എൻ്റെ കുടുംബം നീ സംരക്ഷിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഇസാഇ സഫർ, യാത്രയിൽ ഉണ്ടാകുന്ന എല്ലാ ദുർഘടമായ കാര്യങ്ങളിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുകയാണ്. വകആബത്തിൽ മൻദരി, കാണാൻ പറ്റാത്ത മോശകരമായ അപകടകരമായ കാഴ്ചകളിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുകയാണ്. എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു അപകടം കാണിക്കല്ല പടച്ചോനെ, എനിക്കല്ല മറ്റുള്ളവർക്കുണ്ടാവരുത്. എൻ്റെ കുടുംബത്തിലും എൻ്റെ സമ്പത്തിലും മോശപ്പെട്ട അവസ്ഥകൾ ഉണ്ടാക്കരുത് റബ്ബേ. ഇതെന്നൊക്കെ കാവൽ ചോദിച്ചിട്ട് പ്രാർത്ഥന അങ്ങനെ പോകാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് വിശ്വാസിയുടെ ഒരു മാത്രം പ്രത്യേകതയായിട്ട് നമ്മൾ തിരിച്ചറിയണം. സഹോദരിമാര്, സ്ത്രീകളൊക്കെ ഇന്ന് നാട്ടിൽ വിധവകളുടെ ട്രിപ്പ്, വയസ്സത്തികളുടെ ട്രിപ്പ്, പ്രായമായവരുടെ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന അവസ്ഥയിൽ നബി തങ്ങൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. ഒരു സ്ത്രീ
ഒരു ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന, ഒരു രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന യാത്രയാണെങ്കിൽ ഒറ്റക്ക് പോകരുത്. ഇല്ലാദീ മഹ്റമിൻ അലൈഹ, അവളുടെ മഹ്റം കൂടെ ഉണ്ടാവണം. ആരാ മഹ്റം? അവളെ ഭർത്താവ്, അവളെ മകൻ, അവളുടെ ആങ്ങള, അവളുടെ ഉപ്പ, അങ്ങനെയുള്ള ആ മഹ്റമിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളില്ലാതൊരു പെണ്ണ് ഒറ്റക്ക് ദീർഘമായ യാത്രകൾ പറഞ്ഞയക്കരുത്. ഇതൊക്കെ ഇസ്ലാം അവിടെ നിന്ന് എടുത്തു പറഞ്ഞ് സുരക്ഷക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി. നീ എവിടെങ്കിലും ഒരു വഴിയിൽ ഇറങ്ങിയാൽ അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, എല്ലാ ഷർറിന്നും കാവൽ ചോദിച്ച് ഇത് പ്രാർത്ഥിക്കാൻ നബിതങ്ങൾ മാതൃക കാണിച്ചു തന്നു. ഇനി യാത്ര കഴിഞ്ഞാൽ വേഗത്തിൽ തിരിച്ച് വീട്ടിലെത്താൻ ശ്രമിക്കണം. ഇനിയും സമയമുണ്ടല്ലോ, ഇനിയുണ്ടല്ലോ ദിവസം. എന്താ പോയിട്ട് ഇത്ര തിരക്ക്? ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുക എന്നതാണ് സുന്നത്ത്. നബിതങ്ങൾ പറഞ്ഞു, അസ്സഫറു ഖിത്അത്തും മിനൽ അദാബ്, യാത്ര ശിക്ഷയുടെ ഒരു കഷ്ണമാണ്. ചെറിയൊരു ശിക്ഷയാണ് ഒരു യാത്ര എന്ന് പറഞ്ഞ. അത്തരം യാത്രകളെയും യാത്രക്കാരെയും നമ്മൾ മാനിക്കണം എന്ന് പറഞ്ഞാൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും നമ്മൾ ഇന്ന് വരാൻ പാടില്ല. യാത്ര എന്ന് പറഞ്ഞ ഒരു ശിക്ഷയുടെ കഷ്ണമാണ്. എന്തുകൊണ്ട്? അഹദുക്കും ത്വാമു, അവന്റെ ഭക്ഷണത്തിന് മുടക്കം വരും, സമയത്ത് കൃത്യമായി ഭക്ഷണം കിട്ടൂല. വശറാബ, അവന്റെ വെള്ളത്തിന് തടസ്സമുണ്ടാകും. വനൗമ, അവന്റെ വിശ്രമത്തിനും ഉറക്കത്തിനും നല്ല തടസ്സം ഉണ്ടാകും. എന്നിട്ട് നബി പറയാണ്, നിങ്ങൾ ആരെങ്കിലും യാത്ര പോയാൽ ഫല്യർജി ഇലാ അഹ്ലിഹി, പെട്ടെന്ന് വീട്ടിലെത്താൻ ശ്രമിക്കണം. പിന്നെ മുട്ടിത്തിരിഞ്ഞു വഴിയായി നടന്നു പോകരുത്, വേഗത്തിൽ തീർക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നർത്ഥം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാട്ടിൽ തിരിച്ചെത്തിയാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ സ്വന്തം പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കണം. ഇതൊക്കെ സുന്നത്തിന്റെ കൂട്ടത്തിൽ ഒരു യാത്രയുടെ മര്യാദകളിൽ പഠിപ്പിച്ചതാണ്. അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷമുള്ള ചൂടേറിയ ചർച്ചകൾക്കും വിശകലനത്തിനും പ്രസക്തിയില്ല. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന എത്രയോ പേർ നേർസാക്ഷ്യമായി നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വന്നു പെട്ടിട്ടുണ്ട്. അവൻ ഓടിക്കുന്ന വാഹനം എത്ര ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തും. അയാളുടെ ബാക്കിലിരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ഉറക്കമൊഴിച്ചുകൊണ്ട് തന്റെ ഉറക്കം ശ്രദ്ധിക്കാതെ യാത്ര പോകുന്നവൻ, അയാളെ മാത്രമല്ല അവൻ കൊണ്ടുപോയി ഇടിക്കുന്നവന്റെ മുഴുവൻ കുടുംബത്തെ തകർക്കുക. ഇതൊക്കെ എത്ര തവണ പറഞ്ഞതാണ്. അമിത വേഗത നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, യുവാക്കൾ ഒരു ത്രില്ലായി മാറുകയാണ്. വേഗത കുറക്കുക എന്നത് ഇഷ്ടമില്ലാത്തൊരു തലമുറ വളർന്നു വരികയാണ്. അതിന്റെ പരിക്കുകൾ ഇന്ന് വ്യാപകമാണ് എന്ന് നിങ്ങൾ ഈ പരിസരത്ത് നടന്ന അപകടങ്ങളുടെ വാർത്തകൾ, CCTV രംഗങ്ങൾ മാത്രം കാണാം, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നവർ, മൊബൈലിൽ കളിച്ചും അങ്ങോട്ട് നോക്കിയും ഇങ്ങോട്ട് നോക്കിയും ഒക്കെ അശ്രദ്ധമായി ഓടിക്കുന്നവർ, ഇവർ സ്വയം നാശം വിളിച്ചു വരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ചില മനുഷ്യരൊക്കെ യാത്ര എന്ന് പറയുന്നത് ഒരു വലിയ ആഘോഷമായി, ഒരു പൂരപ്പറമ്പാക്കി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പാട്ടില്ലാതെ അവർക്ക് യാത്രയില്ല. അവർക്ക് പുകയുണ്ടാവണം, തുള്ളിച്ചാടണം, DJ സൗണ്ട് സിസ്റ്റങ്ങൾ വേണം, അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു യാത്രയാകുള്ളൂ എന്ന പൈശാചികമായ ദുർബോധനം നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഇന്ന് വ്യാപകമാണ്. ഒന്നാണ് തിരിച്ചറിയേണ്ടത്, എത്രയോ ടൂറിസ്റ്റ് വാഹനങ്ങൾ, വിദ്യാലയങ്ങളിൽ നിന്നും മറ്റുമൊക്കെ പോയി വന്ന അപകടങ്ങൾ എത്ര നമ്മൾ കണ്ടു എന്നെങ്കിലും പിന്നെയും നമ്മൾ തിരിച്ചു പഠിക്കാതെ പോവുകയാണ്. കാരണം മനുഷ്യൻ മറവിയുള്ളവനാണ്, എല്ലാം മറക്കും. 2 ദിവസമൊക്കെ ചർച്ച ചെയ്യും, പിന്നെ മറക്കും. നമസ്കാരം വരെ ഉപേക്ഷിക്കുന്ന യാത്രക്കാർ ശ്രദ്ധിച്ചു നോക്കി. നാട് വിട്ടാ പിന്നെ നിസ്കാരമില്ല. യാത്രയിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞ എന്തോ ഒരു വലിയ അത്ഭുതമായി കാണുന്ന മനുഷ്യർ അത്ഭുതപ്പെടാനില്ല. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, വഇദാ ലറബ്തും ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സ്വലാ, നിസ്കാരം ഒഴിവാക്കല്ല വേണ്ടത്, നിങ്ങൾക്ക് യാത്രയിൽ ഖസ്റാക്കാം, ചുരുക്കി നിസ്കരിക്കാം. 80 കിലോമീറ്ററിലധികം ദൂരമുള്ള 1 വേ യാത്ര, 2 വേ അല്ല, ഒറ്റ ലോങ് യാത്രയിൽ 80 കിലോമീറ്ററിന്റെ മേലെ പോകുകയാണോ, 4 റക്അത്തുള്ള ളുഹ്ർ 2 ആക്കി നിസ്കരിക്കാം. 4 റക്അത്തുള്ള നമസ്കാരങ്ങളൊക്കെ 2 റക്അത്തായി നമസ്കരിക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമതൊരു ഇളവും കൂടെ തന്നു. 2 നമസ്കാരങ്ങൾ ഒരുമിച്ച് ജംഅ് ചെയ്യാം. ളുഹ്റും അസ്റും ഒരുമിച്ച് നിസ്കരിക്കാം. 2 റക്അത്ത് ളുഹ്ർ കഴിഞ്ഞ് സലാം വിട്ടാ അസ്ർ നിസ്കരിക്കാം. മഗ്രിബും ഇശയും തമ്മിൽ ജമ്മും കസ്റുമാക്കാം. സുബ്ഹിന്റെ സമയത്ത് തന്നെ നിർവഹിക്കണം. എന്തിനാ യാത്രക്കാർക്ക് ഇളവ് കൊടുത്തതിന് ഒഴിവാക്കാൻ പറഞ്ഞാൽ പോരെ? നമസ്കാരം ഒരു വിശ്വാസിക്ക് ഒഴിവാക്കാൻ ഒരു ചാൻസുമില്ല. മരണ വീട്ടിൽ ഒഴിവില്ല, കല്യാണ വീട്ടിൽ ഒഴിവില്ല, യാത്രയിൽ ഒഴിവില്ല, ഒരു കാരണവശാലും ഒഴിവില്ലാത്ത ഇബാദത്താണ്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ, സമയം നിശ്ചയിക്കപ്പെട്ട ഇബാദത്താണ്.
അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ യാത്രകളും നമുക്ക് സ്വയം പാഠമാകാനും സ്വയം ഒരുങ്ങാനും, എൻ്റെ ഖബറിലേക്കുള്ള അവസാനത്തെ യാത്ര ഏത് നാട്ടിലും ഏതവസ്ഥയിൽ വന്നാലും ഞാൻ അതിനു ശേഷമുള്ള ജീവിതത്തിന് ഒരുങ്ങിയിട്ടുണ്ടോ? എൻ്റെ കടങ്ങൾ എഴുതി വെക്കാറുണ്ടോ? ഞാൻ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോ? ഞാൻ ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പോകുന്ന എൻ്റെ യാത്ര അവസാനത്തെ യാത്രയായാൽ ഉണ്ടാകാവുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ഒരു ഒരുക്കത്തോടെയാവണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്.